ഞങ്ങളിപ്പോ പെഞ്ച് നാഷണൽ പാർക്കിന്റെ ബ്രിഡ്ജിന് മുകളിലാണ്. ഹൈദരാബാദ് का फेमस मॉन्यूमेंट चारमीनार. അവിടെ ഒരു ഉപ്പൻ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. ഇതാണ് പാരഡൈസ് ബിരിയാണി. കഴിച്ചു നോക്കട്ടെ ഗൈസ്. എ ലെജൻഡ് സിൻസ് 1953. മുഗൾ എംപയറിന്റെ കിച്ചണിൽ ഈ റെസിപ്പി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇപ്പം ഈ പാരഡൈസ് ബിരിയാണി ഇത്രയും സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ചു. ഇവിടെയായിരുന്നു ഏറ്റവും പാരം. രാവിലെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ ചോദിച്ചോ പറഞ്ഞു ഞങ്ങളുടെ കോട്ടേജിന്റെ മുന്നിൽ ഇവിടെ മൊത്തം മാനുകളായിരുന്നു എന്ന്. भूल जाएगा. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ മധ്യപ്രദേശിലാണ്. ഭാരതത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന മധ്യപ്രദേശില്. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഉജ്ജയിനിലായിരുന്നു, അതിനു മുമ്പ് ഓംകാരേശ്വറിലായിരുന്നു. അപ്പൊ ഓംകാരേശ്വറിൽ നിന്ന് കവർ ചെയ്ത് ഉജ്ജയിനിലെത്തി, ഉജ്ജയിനിൽ നിന്ന് സാഞ്ചിയിലെത്തി, സാഞ്ചിന്ന് സാഞ്ചി സ്തൂപ കണ്ട് ഞങ്ങൾ ജബൽപൂർ എത്തി. ജബൽപൂരിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുകയാണ് കൻഹ നാഷണൽ പാർക്ക് ചേരാം. സോ ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിന്റെ പേരാണ് കൻഹ ജംഗിൾ ക്യാമ്പ്. ഇത് MPT പ്രോപ്പർട്ടിയാണ്, അതായത് മധ്യപ്രദേശ് ടൂറിസം പ്രോപ്പർട്ടിയാണ്. ആ കാണുന്നതെല്ലാം സിംഗിൾ കോട്ടേജസ് ആണ്. ഇവിടെയുണ്ട് കോട്ടേജസ് ആൻഡ് ഇത് ഇവരുടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ആക്ച്വലി ടെൻറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്. അതായത് കാട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടെൻറ്റിൽ താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ റിസോർട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഐദർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചോദിക്കണം. കാരണം ഇത് ബേസിക്കലി ഗവൺമെൻറ് എംപ്ലോയീസിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫ് ഇല്ലെങ്കിൽ അതെന്താ റെൻ്റ് ഔട്ട് ചെയ്യും. മിനിമം ഒരാഴ്ച മുമ്പെങ്കിലും വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക. രാവിലെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചോദിച്ചോ പറഞ്ഞു ഞങ്ങളുടെ കോട്ടേജിൻ്റെ മുന്നിൽ ഇവിടെ മൊത്തം മാനുകളായിരുന്നു എന്ന്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി, 10:15. അതാണ് ഇപ്പോൾ കാണാത്തത്. രാവിലെ മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പ് സമയമല്ലേ, കുറച്ചുകൂടെ ചൂടുള്ള സമയമാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ മൊത്തം ഏരിയയിലും മാനുകളെ കാണാൻ പറ്റും. എവിടെയാണ് അഞ്ജലി? डाइनिंग स्पेस ऑलमोस्ट 12 डिग्री सेल्सियस है यहाँ पे. हम लोग धूप में बैठ करके आराम से ब्रेकफास्ट करेंगे. ये रिजॉर्ट में चारों ओर से फेंसिंग है, लेकिन सिर्फ हम लोग कॉटेज का साइड थोड़ा शायद खुला हुआ है, इसलिए वहाँ से कुछ बहुत जानवर अंदर आ जाते हैं. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഗൈസ്. ഇന്നും പോഹയാണ്, പോഹ സ്പെഷ്യൽ. ആൻഡ് മുകളിൽ നമ്മൾ മിക്സ്ചർ പോലുള്ള സാധനമില്ലേ അതിട്ട് ഡെക്കറേറ്റ് ചെയ്യും. डेकोरेट नहीं है, ऐसे ही खाता है यहाँ का लोग. लेकिन टेस्टी लगता है ऐसा मिक्स करके खाने के लिए. इसमें उतना ऑयल नहीं है, सो हेल्दी है. അപ്പോൾ ലഗേജ് എല്ലാം പാക്കായി നമുക്ക് വിട പറയാൻ കൻഹയോട് തിരിച്ചു പോവാം ബാംഗ്ലൂരിലേക്ക്. പോവാൻ മനസ്സ് വരണില്ല, ബട്ട് ഓപ്ഷൻ ഇല്ല. चलो निकलते हैं. पूरा एक दिन का जर्नी है, 24 आवर्स. बीच में हॉल्ट लेना पड़ेगा. ഒരു സമയത്ത് ഇതെല്ലാം ഒരു വലിയ നദിയായിരുന്നു. ഇപ്പൊ വറ്റി എന്താ പറയാ, ചെറിയൊരു ബ്രാഞ്ചസ് പോലെ ബ്രാഞ്ചായി മാറി. അപ്പൊ ഞങ്ങൾ കൻഹ നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇപ്പൊ പോവാണ് നാഗ്പൂരിന് അങ്ങോട്ട്. അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട്. അപ്പൊ പോകുന്ന റൂട്ട് നോക്കി എന്തൊക്കെയൊരു റോഡാണ്, രണ്ട് സൈഡിലും കാട്. അതുമല്ല പറ്റിയ പെഞ്ച് നാഷണൽ പാർക്കില്ലേ, അവിടെ എന്താ പറയുക ഒരു ഫ്ലൈ ഓവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ കൂടെ അനിമൽസിന് ക്രോസ് ചെയ്യാം, ഒരു ബ്രിഡ്ജ് പോലെ താഴെ കൂടെ അനിമൽസിന് ക്രോസ് ചെയ്യാം, മുകളിൽ കൂടെ വണ്ടികൾ പോകും. അപ്പൊ അതുവഴി പോകാൻ പറ്റുമോ നോക്കിയാണ് ഞങ്ങളിപ്പോ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നാഗ്പൂർ 240 കിലോമീറ്റർ ഉണ്ട് ഇനിയും. ये रूट जहाँ हम लोग भी चल रहे हैं, वो रूट का नाम है ചിറൈദോംഗി കൻഹ. ട്രെയിനിൽ വരാനാണ് നോക്കുന്നതെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. കാരണം ഒരു 25 കിലോമീറ്റർ ദൂരത്തിൽ, കൻഹ മെയിൻ ഗേറ്റിന് 25 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ ഒരു സ്റ്റേഷൻ കണ്ടു. ചിറൈഡോംഗി എന്നാണ് സ്റ്റേഷന്റെ പേര്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രെയിനിൽ വരുമ്പം ഈ ഒരു സ്റ്റേഷൻ നോക്കാം സ്റ്റോപ്പ് ഉണ്ടോ എന്ന്. Take the next left toward National Highway 543. ഇത് വേറൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന്റെ പേര് റാംപുരി. ഇതും ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലാണ് കൻഹയുടെ. ഞങ്ങള് ഇന്നലെ നൈറ്റ് സഫാരി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഒരു കഥ പറഞ്ഞു. ഓക്കെ, അതായത് സൗത്തിൽ നിന്ന് 2 ആന ഈ കാട്ടില് കൻഹ കാട്ടിൽ വന്നായിരുന്നു. കൻഹ കാട്ടിൽ വന്നതിന് ശേഷം എന്തുപറ്റി, ഇവിടെ അടുത്തായിട്ട് മാണ്ഡ്ല എന്നൊരു സ്ഥലമുണ്ട്. ആ മാണ്ഡ്ലയിൽ മൊത്തം ഷുഗർ കെയിനിന്റെ കൾട്ടിവേഷൻ ആണ്. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്തായിരുന്നു ഇത്. അപ്പൊ ആന വന്നു, ലോക്ക്ഡൌണിന്റെ സമയം ഈ മാണ്ഡ്ല വില്ലേജിൽ വന്നു, എന്നിട്ട് ഷുഗർ കെയിനെ കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇലക്ട്രിക്യൂഷൻ ബൗണ്ടറിയുടെ ഇലക്ട്രിക്യൂഷൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഷുഗർ കെയിൻ്റെ ആണ്
ആക്ച്വലി. അപ്പം അയ്യോ അവിടെ ഒരു ഉപ്പൻ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. ഞാൻ എത്ര മാത്രം പട്ടികൾ ഇതുപോലെ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന കണ്ടെന്നറിയോ. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും റോഡിലൊക്കെ വണ്ടി സൂക്ഷിച്ച് ഓട്ടിക്കണം. ഇതുപോലെയൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും സങ്കടം വരും. അത് നല്ല വലിയൊരു ബേർഡായിരുന്നു. മർ ഗയാ था उसको टच भी नहीं कर सकता. അപ്പോൾ ഈ റോഡെല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബേർഡ്സ് ഒന്നും അത്ര യൂസ്ഡ് അല്ല. എല്ലാ ബേർഡ്സും വന്ന് റോഡിലിരിക്കും. നമ്മൾ വണ്ടി അടുത്തെത്തിയാൽ മാത്രമേ ആ ബേർഡ്സ് ഒക്കെ പറന്നു പോകുള്ളൂ. സോ അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി കെയർഫുൾ ആയിരിക്കണം വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏത് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റിനകത്ത് പോയാലും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. സ്പീഡിൽ പോകരുത്. അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടത്താൻ നല്ലതല്ലോ. ഇതുപോലൊരു സെയിം ഇൻസിഡന്റ് ഇന്നലെ ഞങ്ങളുടെ നൈറ്റ് സഫാരി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് ലോക്ക്ഡൌണിന്റെ സമയത്ത് കൻഹ നാഷണൽ പാർക്കിലേക്ക് 2 ആനകൾ സൗത്തിൽ നിന്ന് വന്നായിരുന്നു. ആ 2 ആനകൾ കൻഹ നാഷണൽ പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നു ലോക്ക്ഡൌണിന്റെ സമയം മുഴുവൻ. അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ തുറന്നപ്പോഴത്തേക്കും ജബൽപൂരിന് സ്ഥലമുണ്ട്. ഓക്കെ, ഞങ്ങൾ പോയ സ്ഥലം ജബൽപൂരിൽ, മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജബൽപൂരിൽ എന്താ പറയുക, ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷൻ ഉണ്ട്. ആ ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷനായിട്ട് ഇവർ നമ്മുടെ ഇവിടുത്തെ വില്ലേജേഴ്സ് ആക്ച്വലി ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കി. ആ ഇലക്ട്രിക് ഫെൻസിൽ അകപ്പെട്ട് ഒരാന ആക്ച്വലി മരിച്ചു. വേറൊരാനെ ഇവർ ക്യാപ്ചർ ചെയ്തു. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറിനെ ക്യാപ്ചർ ചെയ്തു. കാരണം വേറൊരു ഓപ്ഷനും ഇല്ല. ഫോറസ്റ്റ് ഓഫീസർ ക്യാപ്ചർ ചെയ്തു. ഇപ്പൊ അതിന്റെ ട്രെയിനിങ് നടക്കുകയാണ്. നല്ല വൃത്തി ആന പഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും പറയാണ്, കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുക. अभी भी नदी किनारे नहाता है. आप ब्रिज से पार कर रहे हो, राइट लेफ्ट लिया तो गया हमारा गाड़ी. आशे ऊपर नया ब्रिज बन रहा है. ऑफ रोड. ഞങ്ങൾ പറയായിരുന്നു 1 കൊല്ലം കഴിഞ്ഞെങ്കിലും മധ്യപ്രദേശ് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും കിഡു റോഡായിരിക്കും, ഡ്രൈവേഴ്സ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഹേ ഗൂഗിൾ, Madhya Pradesh is famous for what crop? Soybean. On the website testbook.com, they say soybean and wheat are the 2 main crops grown in the state, with around 25.4% and 23.7% of gross crop area devoted to the crops respectively. Wheat is the major crop is grown during the Rabi season and it is intercropped with gram, while in the Kharif season, MP mostly grows soybean. മനസ്സിലായോ? മനസ്സിലായി. പഴം വാങ്ങാനായിട്ട് ഞങ്ങൾ നിർത്തിയാണ് ഗൈസ്. പഴമില്ലാതെ ഒരു രക്ഷയില്ലല്ലോ. എല്ലായിടത്തും ഫോൺ പേ ഉണ്ട്. ഓക്കെ, മധ്യപ്രദേശിൽ നിങ്ങൾ ക്യാഷ് കയ്യിൽ കരുതണം കുറച്ച്, ബട്ട് എല്ലായിടത്തും ഫോൺ പേ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട്. पूरा पक्का नहीं, वो पक्का हुआ है, ये थोड़ा कच्चा ही है. इसमें से थोड़ा मीडियम रेंज दे दो, 2 दिन में खत्म हो जाएगा. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ആ ബ്രിഡ്ജ് എത്തി. പെഞ്ച് നാഷണൽ പാർക്കിൽ എന്താ പറയുക, താഴെക്കൂടെ കാടാണ്, അനിമൽ ക്രോസിങ്ങിനുള്ള ഫെസിലിറ്റിയാണ്. അതിന്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്രിഡ്ജാണ് ദാ ഈ കാണുന്നത് ഗൈസ്. കൊള്ളാല്ലേ? ഈ ആക്ച്വലി ഓപ്ഷൻ നല്ലതാണ്. എന്താണ്, അപ്പം ഹ്യൂമൻ അനിമൽസ് കോൺഫ്ലിക്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇടുവാണ് കേട്ടോ. 2 സൈഡിലും പ്രോപ്പർ റോഡ്, നടുക്ക് ഇതുപോലെ എന്താ പറയുക ഗാർഡനിങ് ചെയ്തിരിക്കുകയാണ്. റെഡ് കളർ ഫ്ലവർ, സൂപ്പർ. और फेंस करके रखा है ताकि वाइल्ड एनिमल्स इधर रोड में नहीं आएगा. കൻഹ പോലെ പെഞ്ച് ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. ഇവിടെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സഫാരി ഉണ്ട്. അപ്പോൾ ഇനിയൊരു തവണ വരാം നമുക്ക് സഫാരി ചെയ്യാനായിട്ട്. रास्ता भी ब्लॉक नहीं होगा, वो लोग ब्रिज के नीचे से जा सकता है, और ह्यूमंस का भी रास्ता ब्लॉक नहीं होगा, ह्यूमन ब्रिज के ऊपर से जा सकता है. बहुत ही थॉटफुल है ये. इंडिया में आई थिंक ये फर्स्ट ऐसा ब्रिज बनाया गया है जो फॉरेस्ट के ऊपर से जा रहा है ब्रिज. അഞ്ജലി പെഞ്ച് നാഷണൽ പാർക്കിലൂടെ വണ്ടി ഒട്ടിക്കുകയാണോ? पेंच नेशनल पार्क के ऊपर ड्राइव कर रहे हैं.
ഞങ്ങളിപ്പോ പെഞ്ച് നാഷണൽ പാർക്കിന്റെ ബ്രിഡ്ജിന് മുകളിലാണ്. बंदरों एवं वन्य प्राणियों को खाना देना वन्य प्रतिपे अधिनियम ओके बहुत है. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വന്യ ഏവം വന്യ പ്രാണിയോं को खाना देना वन्य प्राणी अधिनियम 1972 के अंतर्गत कानून अपराध है. ഉഫ് എന്റെ പൊന്നോ, ഹിന്ദി ടഫാണ് കേട്ടോ ഇവിടുത്തെ. ചലോ പോവാം, ബാ. ഓൾമോസ്റ്റ് ഞങ്ങള് പാലം ക്രോസ് ചെയ്യാറായി, തീരാറായി. ഈ ഗ്രീൻ കളർ ബ്ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ താഴെ കൂടെ ടൈഗർ പോണ കാണായിരുന്നു. ഇതുപോലെ ട്രിപ്പ് ചെയ്യുമ്പോ അല്ലേ ഏറ്റവും വലിയ പ്രശ്നം വാഷ്റൂമാണ്. ഈ ഇപ്പോൾ ഉള്ള എല്ലാ പെട്രോൾ ബങ്കിലും വാഷ്റൂം ഉണ്ട്, പക്ഷെ പ്രശ്നം അത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ പോയ ഇതൊരു പുതിയ പെട്രോൾ ബങ്കാണ്, ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് വാഷ്റൂമിൽ ഇപ്പോഴും കോപമുണ്ട്, വെള്ളമില്ല. എന്താണ് ഒരു പിടിയില്ല. വാഷ്റൂമിന്റെ കാര്യത്തിൽ നോർത്ത് ഇന്ത്യൻകാർക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട് ഗൈസ്, വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേയില്ല. आदिलाबाद में आपका स्वागत है. അപ്പോൾ ഞങ്ങൾ ആദിലാബാദ്, അതായത് തെലങ്കാന സ്റ്റേറ്റിലെ ആദിലാബാദിൽ ഒരു ഹോൾട്ട് വെച്ചു. ഇനി ഒരു 800 കിലോമീറ്റർ ഉണ്ട്, ഒരു 500 കിലോമീറ്ററിൻ്റെ വണ്ടി ഉണ്ട്. ഞങ്ങളപ്പോൾ കൻഹ നാഷണൽ പാർക്കിൽ നിന്ന് പെഞ്ച് നാഷണൽ പാർക്ക് വഴി ഇപ്പൊ എത്തി നിൽക്കുകയാണ് ആദിലാബാദ്. ആദിലാബാദിൽ ഞങ്ങൾ ആക്ച്വലി ഹോട്ടൽ സായി പഞ്ചവടി എന്നൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. വിചാരിച്ചു ആക്ച്വലി നൈറ്റ് ഡ്രൈവ് ചെയ്യേണ്ട, ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ചു. അപ്പോൾ ഒരു സ്റ്റേ വയ്ക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന ഹോട്ടൽ. നോർമൽ ബഡ്ജറ്റ് ഹോട്ടലാണ്. പ്രോപ്പർ TV ഉണ്ട്, ഇവിടെ ബെഡുണ്ട്, ഡെന്റൽ കിറ്റൊക്കെ തന്നു, 2 ടവല്, ഇവിടെ ലഗേജ് വെക്കാനുള്ള ഓപ്ഷൻ, ആൻഡ് ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം. അപ്പോൾ ലൈക്ക് എന്താ പറയുക, രാത്രി ഒരു പരിപാടിയില്ല, ഡിന്നർ കഴിക്കണം, ഇനി ഉറങ്ങണം, അത് തന്നെയാണ് വിശേഷം. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ബാംഗ്ലൂർ എത്തിയതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അഞ്ജലി ഓൾറെഡി ഡെന്റൽ കിറ്റെല്ലാം തുറന്നു നോക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ആയി ഗൈസ്. അപ്പോൾ ഇനി അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹോട്ടലിൽ തന്നെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം പോകാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ അങ്ങനെ പോഹയെന്ന് ഉപ്പുമയിലെത്തി ഗൈസ്. ഇത് ഉപ്പുമാവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതല്ലാതെ ദോശയും പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരും. എത്ര തവണ പാക്ക് ചെയ്തല്ലേ, അപ്പോൾ വീണ്ടും പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. പാക്ക് ചെയ്ത് മടുത്തു ഗൈസ്. So checkout process. ില്ലേ ആക്ച്വലി വരുമ്പോഴത്തേക്കും മഹാരാഷ്ട്ര ആ ഒരു സ്ട്രെച്ച് കുറച്ച് റോഡ് കഷ്ടപ്പാടാണ്, ട്രാഫിക് ഒക്കെയാണ്. അത് കഴിഞ്ഞ് തെലങ്കാന സ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, റോഡ് നല്ലതാണ്. അതുപോലെ അങ്ങനെ എന്താ പറയുക, ലോറിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഓക്കെ, അതായത് ലോറികൾ കൺജസ്റ്റഡ് ആയിട്ട് പോകുമ്പോഴത്തേക്കും റോഡ് കുറച്ച് ബ്ലോക്ക് ആവും. ബട്ട് ഇവിടെ ആ ഒരു പ്രശ്നമില്ല, മാനേജബിൾ ആണ്. NH44 ഞങ്ങൾ ഇവിടെ ജിയോയിൽ പെട്രോൾ അടിക്കാൻ വന്നതാണ്. ഏകദേശം 3000 പെട്രോൾ അടിച്ചു. ഇനിയുണ്ട് ബാംഗ്ലൂരിലേക്ക് 800 കിലോമീറ്റർ. ഒരു സ്നാക്സ്, ബിനാ ഷുഗർ. അപ്പോൾ ഞങ്ങൾ ടീ കോഫി ബ്രേക്കിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. 2 മസാല ടീ വാങ്ങിച്ചു, പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. കൊള്ളാം, ജിയോയിൽ എല്ലാ ഫെസിലിറ്റി ഓപ്ഷനും ഉണ്ട്. ഷെല്ല് പോലെ തന്നെയാണ്, ആൻഡ് വാഷ്റൂമും ക്ലീൻ ആയിരുന്നു. पॉइंट्स रिडीम करने का ऐसा कुछ ऑप्शन है जैसे शेल में रहता है? नहीं है.
അപ്പോൾ സ്ലൈറ്റ് ആ പ്ലാൻ ഒന്ന് ചേഞ്ച് ആക്കി ഗൈസ്. ഞങ്ങൾ ആക്ച്വലി ഹൈദരാബാദ് സിറ്റി വഴി പോവാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഹൈദരാബാദ് സിറ്റിയും ചാർമിനാറും പിന്നെ പാരഡൈസ് ബിരിയാണി ഉണ്ട്, അതും ഫേമസ് ആണ്. അപ്പൊ അതും കാണിച്ച് ഞങ്ങളൊരു പാർസലും വാങ്ങിച്ച് പാരഡൈസ് ബിരിയാണി പാർസലും വാങ്ങിച്ച് പോവാന്ന് വിചാരിച്ചു. ആക്ച്വലി NH44 ഫോളോ ചെയ്ത് പോയാൽ ഹൈദരാബാദ് സിറ്റി ടച്ച് ആവില്ല, ഒരുമാതിരി കേവ് എടുത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ആ റിസ്ക് എടുത്തു, അകത്തൂടെ പോവാം, ഹൈദരാബാദ് സിറ്റി എങ്ങനെയുണ്ടെന്ന് അതും കാണാമല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഹൈദരാബാദ് വരുന്നത്. അതുപോലെ ചാർമിനാറും നമുക്ക് പുറത്തുനിന്ന് കാണാം, അകത്ത് കയറുന്നില്ല, അത്ര സമയമില്ല. അപ്പൊ പുറത്തുനിന്ന് കണ്ട് ആ ഒരു ഫീൽ എങ്ങനെയാന്ന് മനസ്സിലാക്കാം. ഇനിയും വരാം നമുക്ക് ഹൈദരാബാദ്. ഞങ്ങളപ്പോ ഹൈദരാബാദ് സിറ്റി ജസ്റ്റ് എൻ്റർ ചെയ്തു. അപ്പൊ ഇതെല്ലാമാണ് കാഴ്ച. റോഡ് കുഴപ്പമില്ല ഗൈസ്, കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള റോഡുണ്ട്. ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, ബട്ട് മാനേജബിൾ ആണ്. 41 हम लोग बाहर निकल गए. ഞങ്ങളിപ്പോൾ ക്രോസ് സ്റ്റേറ്റ്സ് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പം ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ഡെവലപ്മെന്റ് എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഉള്ളത് പറയാം, എല്ലായിടത്തും ഹൈവേസും എന്താ പറയുക റോഡ് വേസും കൺസ്ട്രക്ഷൻസ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ 2-3 കൊല്ലത്തിനകത്ത് ഇന്ത്യ ഒരു ഡ്രൈവേഴ്സ് പാരഡൈസ് ആവും. അപ്പോൾ എല്ലാവർക്കും ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ദി നാഷണൽ ഹൈവേ 44 ഇനിയുണ്ട് എത്ര 907 കിലോമീറ്റേഴ്സ് ടു ഘർ, വീട്. Continue on National Highway 44 for 268 kilometers. അപ്പോൾ ഒരു റെയിൽവേ ക്രോസിംഗ് കിട്ടി. ഈ സ്ഥലത്തിന്റെ പേരാണ് ബൊലാരിയം. ഇംഗ്ലീഷ് നാം ജैसा लग रहा है ना? हाँ, बोलारियम. റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ 1. ഇവിടെയും ഒരു അയ്യപ്പ സ്വാമി ടെമ്പിൾ ഉണ്ട്. ഒബിയസ്ലി ആന്ധ്രയിലുള്ളവർ എന്താ പറയുക അയ്യപ്പൻ്റെ ഒരു ഫാനാണല്ലോ. ആക്ച്വലി എല്ലാവരും ഇവിടുന്ന് ഒത്തിരി പേര് വരാറുണ്ടല്ലോ ശബരിമലയിലേക്ക്. ഇവിടെ ഒരു വലിയ അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. ഓ റൈറ്റ് സൈഡിൽ ഇതാണ്. ഓ ശ്രീ അയ്യപ്പ ദേവസ്ഥാനം. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ, ശ്രീ അയ്യപ്പ ദേവസ്ഥാനം. ഇതൊരു സംഭവമാണ് കേട്ടോ. ഇത് മൊത്തം ടേക്ക് അവേക്കാനുള്ള കൗണ്ടറാണ്. റെസ്റ്റോറന്റ് ആക്ച്വലി പുറത്താണ്. അപ്പൊ ഞങ്ങള് പാരഡൈസ് ബിരിയാണിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പോണ്ട് പോലെയാണ്, അതിന്റെ പേരാണ് ഹുസൈൻ സാഗർ. അപ്പോൾ ഈ സ്ഥലം മുഴുവൻ ആക്ച്വലി മുഗൾ ടൈമില് എന്താ പറയാ ഔറംഗസേബിന്റെ ഹബ്ബായിരുന്നു ഗൈസ്. वो हुसैन सागर के बीच में एक बुद्धा का बड़ा सा स्टैचू है. हाँ. लेकिन हम लोग को यहाँ से दिखाई नहीं दे रहा है. BSNL ഓഫീസ് കാണാം. അതൊരു വലിയ ബിൽഡിംഗ് ആണ്. हम लोग अभी हैदराबाद का अबिड्स रोड में हैं. चार मीनार जाने का रास्ता है ये एवेन्यू रोड जैसा दिख रहा है. कुछ टच हुआ? हाँ? ये बैंगलोर का एवेन्यू रोड जैसा दिख रहा है. Continue on to National Highway 163, National Highway 44. रोड में सब मॉस्क से डिवाइड किया देखा. ये है चार मीनार. फाइनली हम लोग पहुंच गए. हैदराबाद का फेमस मॉन्यूमेंट चार मीनार.
ഇത്രയും സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ചു ഇവിടെയായിരുന്നു ഏറ്റവും പാട്. then turn left. യൂട്യൂബിൽ തന്നെ എവിടെയൊക്കെ പപ്പു ഹൈദരാബാദിലില്ലേ ഞങ്ങൾ ചെന്നപ്പെട്ട ചാർമിനാറിന്റെ ആ സൈഡ് മൊത്തം തിരക്കാണ് ഗൈസ്. ഒരുവിധം ഞങ്ങൾ അതിന്റെ അകത്ത് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയെന്ന് തന്നെ പറയാം. ചാർമിനാറിന്റെ വിഷയില് ചിലപ്പം അഞ്ജലി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഞങ്ങൾ വണ്ടി കൊണ്ടാ പോയേ. സംഭവം തിരിച്ചു വരാൻ പറ്റി. നിങ്ങൾ വരാൻ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ പോകാനേ പറ്റുള്ളൂ. വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല, ഇടയ്ക്ക് വലിയ പാടാണ്. ഇതാണ് പാരഡൈസ് ബിരിയാണി. കഴിച്ചു നോക്കട്ടെ ഗൈസ്. എ ലെജൻഡ് സിൻസ് 1953 അന്ന് മുതലേ ഉണ്ട്. ഞാൻ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് ഗൈസ്. ഇവിടെ ബാംഗ്ലൂർ ഉണ്ട്. ഓക്കെ, വീടിന്റെ അടുത്തുള്ളായിരുന്നു ഇവിടെ. കഴിച്ചു നോക്കട്ടെ. ഇതാണ് ചിക്കൻ കബാബ്. ടേസ്റ്റ് കൊള്ളാം. ലൈക്ക് ആ സമയത്ത് 49 വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതിൽ ക്വിൽ, പിന്നെന്താ ഹെയർ, ഡിയർ, ഷ്രിമ്പ്, ഈ ഇതിന്റെയൊക്കെ മീറ്റ് വെച്ചാണ് ബിരിയാണി അന്ന് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചത് ഇപ്പം ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മട്ടൻ കഴിക്കാറില്ല, ഓൺലി ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ കബാബ്. ടേസ്റ്റ് കൊള്ളായിരുന്നു കേട്ടോ. पैराडाइज बिरयानी उस समय का है. हाँ, ये पैराडाइज बिरयानी का അപ്പോൾ ഈ പാരഡൈസ് ബിരിയാണിയുടെ റെസിപ്പി ആ സമയത്ത് മുതലേ എന്താ മുഗൾ എംപയറിന്റെ കിച്ചണിൽ ഈ റെസിപ്പി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇപ്പം ഈ പാരഡൈസ് ബിരിയാണി അവര് നടത്തുന്നതാണ്. അപ്പൊ എന്താ പറയാ, ഈ റെസ്റ്റോറന്റ് പാരഡൈസ് ബിരിയാണി കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉണ്ട്, പഴയതാണ്. ഹൈദരാബാദിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മുതലേ പാരഡൈസ് ബിരിയാണി ഉണ്ട് ആ ഒരു ഏരിയയിൽ. അപ്പൊ ഈ ബിരിയാണിയുടെ കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, അവിടെ തന്നെ ഒരു ബാനർ പോലെ വെച്ചിട്ടുണ്ട്. ആ ബാനറിൽ ഇതെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഔറംഗസേബ് അയാളാണ് ബിരിയാണി കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ. വണ്ടി കഴുകി ഗൈസ് 4500 കിലോമീറ്ററിന് ശേഷം, 4200 കിലോമീറ്ററിന് ശേഷം വണ്ടിക്ക് ഒരു സ്പാ കിട്ടി. അപ്പൊ ഞങ്ങൾ ഇനി പോവാണ്. ഞങ്ങളുടെ എന്താ പറയാ വീട്ടിലെ വേറൊരു നോട്ടി ഫെല്ലോ ഉണ്ട്, അവനെ വിളിക്കാനായിട്ട്. രുദ്ര എന്നാണ് അവന്റെ പേര്. നിങ്ങൾ ഷോർട്സിലൊക്കെ കുറെ കണ്ടു കാണും അവന്റെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതുപോലെ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും അവന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ, ബോർഡിംഗ് പോലെ. ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെയാണ്, അടുത്ത് മീൻസ് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടാക്കും. ഇനിയിപ്പം വലിയ സ്പേസ് ഒക്കെ ഉണ്ട് അവന് കളിക്കാനായിട്ട്. പോയി നോക്കാം, തിരിച്ചു വരുമോന്ന് അറിയില്ല. അവന് അടിപൊളി ഫുഡ്, കളിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവരെയും കാണിച്ചു തരാം. അപ്പൊ രുദ്ര ആരാന്ന് അറിയാത്തവര് വെയിറ്റ് ചെയ്യുക. അപ്പൊ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് എന്താണെന്ന് അറിയാത്തവർക്ക്, എന്താ കർണാടകയിലെ ഗവൺമെന്റ് നടത്തുന്ന ഒരു റിസോർട്ടാണത്. കാവേരി റിവറിന്റെ എല്ലാ ഒരു ഏരിയയിലായിട്ട്, എന്താ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ഒരു ഏരിയയിലായിട്ട് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. 10-18 റിസോർട്ട്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരു റിസോർട്ട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തായിട്ടാണ്. ആക്ച്വലി അവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതിനടുത്തായിട്ടാണ് രുദ്രയുടെ ബോർഡിങ്ങും. അപ്പം ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൂടെ എലിഫന്റ് പോകും ഗൈസ്. ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇതുവഴി ഇതാ എലിഫന്റ് ക്രോസിംഗ് ഉണ്ടാവും. അപ്പൊ രണ്ട് സൈഡിലും എന്താ ഇലക്ട്രിക് ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട് ഇവര്. ഞങ്ങളുടെ ഏരിയ ആക്ച്വലി നല്ലതാണ് കേട്ടോ, റിസർവ് ഫോറസ്റ്റിന് അടുത്തായിട്ടാണ്. അപ്പോൾ എന്താ പറയാ, നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. നോ സ്റ്റോപ്പിംഗ്, നോ ഫീഡിങ്. കണ്ടോ ഇലക്ട്രിക് ഫെൻസിങ് ലെഫ്റ്റ് സൈഡിൽ. കോഷൻ വൈൽഡ് ലൈഫ് കോറിഡോർ, മങ്കി, എലിഫന്റ്, ഡിയർ, ഗോർ, സബ് കുछ है. രുദ്രയുടെ റിസോർട്ടിലെത്തി. ദ പോസം ക്യാമ്പ്. सर मेरे डॉग अंदर है, उसको बुलाने के लिए आए हैं. नाम है रुद्रा. पहचानेगा क्या? पहचाना?
भूल जाएगा। तो ये है रुद्रा। रुद्रा रुद्रा कम कम। ओ कैच करना सीख लिया। हो गया। वो देख रहे हैं। घर जाना है। बहुत खुश है। बा, कम। गुड बॉय। तेरे को तो इसका डिसिप्लिन हो गया। कैसे? बड़ा डिसिप्लिन हो गया भाई। इज्जत से बात मान रहे हैं। गुड बॉय। चलो घर चले। थोड़ा देर इसके साथ खेलने के लिए मन था इधर, नहीं तुम्हारे पास टाइम नहीं है। आता हूँ। बंद करो बाबू। सिट सिट सिट। अप्पा इതാണ് ഗൈസ് ഞങ്ങളുടെ രുദ്ര. ദാ देखो രുദ്രു. അപ്പം ഇവനൊരു മെയിൽ റോട്ട് വൈലർ ആണ്. ആള് ഞാനല്ല അയാള്. ആള് നല്ല ഡിസിപ്ലിൻഡ് ആണ്, കുട്ടപ്പനാണ്. കാറിക്കര പറഞ്ഞ കേറിയിട്ടില്ലേ നിങ്ങള്? കാറ് കേറി ടാറ്റ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഡോഗ്സിനെ കൊണ്ടുവരാനുള്ള ബസ്സാണിത് കണ്ടോ. അപ്പോ ഞങ്ങൾ ഇതിന് മുമ്പേ രുദ്രനെ ഒരു ബോർഡിങ്ങിലാക്കിയായിരുന്നു. പേര് പറയുന്നില്ല ഞാൻ, പക്ഷെ എന്താ അവിടെ അത്ര നല്ല വൃത്തിയല്ലായിരുന്നു ഗൈസ് നോക്കിയായിരുന്നെ. അപ്പൊ എന്താ പറയാ, ഇവൻ ഭയങ്കര പാവമാണ്. ഓക്കെ, റോട്ട് വൈലറാണ്, മെയിലാണ്, എന്താ പറയാ റൊമാനിയനൊക്കെ അല്ലേ, യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നാണ്, സംഭവമൊക്കെ റെഡിയാണ്. ബട്ട് എന്താ ആള് ഭയങ്കര പാവമാണ്. അപ്പം ഇതിന് മുമ്പ് ഞാൻ ബോർഡിങ്ങിലാക്കി, അവർ നല്ല വൃത്തി നോക്കിയില്ല. അപ്പോ ഇവനെന്താ കുറച്ച് ദേഷ്യമൊക്കെ വന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ അടിപൊളിയായിട്ട് കെട്ടിയിട്ടൊന്നുമില്ല. ആള് കയറാൻ പറഞ്ഞ വണ്ടിക്കകത്ത് കയറും. ഇപ്പൊ ട്രിപ്പിന് പോയെന്ന് പറഞ്ഞ കാറ് ഓണാക്കി കഴിഞ്ഞാൽ ചാടി കയറിക്കോളും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പിന് പോകാനായിട്ട്. അപ്പൊ ഞങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളുടെ രുദ്രയും. അപ്പൊ ഞങ്ങൾ ഇവന് ഓൾമോസ്റ്റ് ഒരു 17 ദിവസം ബോർഡിങ്ങിൽ വിട്ടായിരുന്നു. അപ്പൊ നോക്കിയ കാറ് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും അവന് മനസ്സിലായി, റിയലൈസ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി കാറിന്റെ അടുത്ത് വന്നു, കാറിന്റെ അകത്ത് കയറാനായിട്ട് പോയി. പോവാം, വീട്ടിൽ പോവാന്ന് പറയാൻ തുടങ്ങി. എന്തായി इज्जत से बैठा है अपना सीट में। किधर पढ़ना तुम्हें? कल किधर जाना है? नेक्स्ट मंथ वयनाड।